അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ലോകത്തു നിന്ന് യാത്രയാകുമ്പോൾ നാം എന്താണ് ബാക്കി വയ്ക്കുന്നത്? സമ്പാദിച്ച സ്വത്തുക്കളോ, കെട്ടിപ്പടുത്ത വലിയ വീടുകളോ? അല്ല, ഒരാളുടെ മരണശേഷവും അയാളെ ഓർമ്മിക്കുന്നത് അയാൾ ചെയ്ത നന്മകളിലൂടെയാണ്. അതെ, മരണം ശരീരത്തിൻ്റെ മാത്രം അവസാനമാണ്. എന്നാൽ നന്മയുടെ വെളിച്ചം പകർന്നവർക്ക് മരണമില്ല. അത്തരമൊരു വെളിച്ചമാണ് കൊല്ലം ചിറക്കരയിൽ നിന്ന് നമ്മൾ കണ്ടത്. ഷിബു സ്വന്തം ജീവൻ നിലയ്ക്കുമ്പോഴും 7 പേർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ വഴിയൊരുക്കിയ മനുഷ്യസ്നേഹത്തിൻ്റെ പച്ചയായ മാതൃക. ഒരു ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുണ്യം സഹജീവിക്ക് ഉപകാരപ്പെടുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, ആരെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അത് മുഴുവൻ മനുഷ്യരാശിയെയും രക്ഷിച്ചതിന് തുല്യമാണ് എന്നാണ്. ഈ വചനത്തെ അന്വർത്ഥമാക്കുന്ന ജാതിക്കും മതത്തിനും ദേശത്തിനുമപ്പുറം മനുഷ്യനെ മനുഷ്യനായി കണ്ട ഒരു കുടുംബത്തിൻ്റെ കഥയാണിത്. ആരായിരുന്നു ഷിബു? കൊല്ലം ചിറക്കര ഇടവട്ടം ഷിജി നിവാസിൽ പരേതനായ ശശിധരൻ്റെയും ശകുന്തളയുടെയും മകൻ. 47 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്ത് കുടുംബത്തിൻ്റെ അത്താണിയായി ജീവിച്ച സാധാരണക്കാരൻ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഷിബുവിനെക്കുറിച്ച് പറയാൻ ഒന്നേയുള്ളൂ: ഉറുമ്പിനെപ്പോലും നോവിക്കാത്ത പ്രകൃതം. അധികം സംസാരിക്കാത്ത, എന്നാൽ എല്ലാവരോടും സ്നേഹം മാത്രം സൂക്ഷിച്ചിരുന്ന അവിവാഹിതനായ ഒരു പാവം മനുഷ്യൻ. പക്ഷെ വിധി ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ ആ കുടുംബത്തിൻ്റെ സന്തോഷം കവർന്നെടുത്തു. ഡിസംബർ 14 വൈകിട്ട് കൊല്ലം മൂക്കത്തുകുന്നിൽ വെച്ച് ഷിബു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ മറ്റൊരു വാഹനമിടിച്ചു. റോഡിലേക്ക് തെറിച്ചുവീണ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ജീവനും മരണത്തിനുമിടയിൽ ദിവസങ്ങളോളം അദ്ദേഹം പോരാടി. എന്നാൽ ഡിസംബർ 21 വൈദ്യശാസ്ത്രം വിധിയെഴുതി ഷിബുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മകൻ ഇനി ഉണരില്ല എന്ന സത്യം ആ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ ആ തീവ്ര ദുഃഖത്തിൻ്റെ കണ്ണീരുപ്പുള്ള നിമിഷത്തിലും ഷിബുവിൻ്റെ അമ്മ ശകുന്തലയും സഹോദരി ഷിജിയും സഹോദരൻ സലീമും ഒരു തീരുമാനമെടുത്തു. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട തീരുമാനം. നമ്മുടെ മകൻ പോയി, പക്ഷെ അവനിലൂടെ കുറച്ചുപേരെങ്കിലും ജീവിക്കട്ടെ. അങ്ങനെ ഷിബുവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അവർ സമ്മതം മൂളി. സ്വന്തം നഷ്ടത്തിൻ്റെ വേദന കടിച്ചുപിടിച്ച് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ ആ കുടുംബം കാണിച്ച മനസ്സ്, അത് വാക്കുകൾക്കതീതമാണ്. പ്രവാചകൻ പഠിപ്പിച്ചു, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. ഈ ഹദീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹജീവികളോടുള്ള കരുണയാണ് ദൈവത്തിനുള്ള ഏറ്റവും വലിയ ആരാധന എന്നാണ്. ഷിബുവിൻ്റെ വിയോഗം 7 കുടുംബങ്ങൾക്കാണ് വെളിച്ചമായത്. അദ്ദേഹത്തിൻ്റെ ഹൃദയം, വൃക്കകൾ, കരൾ, കണ്ണുകൾ, ചർമ്മം എന്നിവ ദാനം ചെയ്യപ്പെട്ടു. ഇതിലേറ്റവും ഹൃദയസ്പർശിയായത് ആ ഹൃദയം തേടിയെത്തിയ ആളാണ്. നേപ്പാൾ സ്വദേശിനിയായ അനാഥയായ 22 വയസ്സുകാരി ദുർഗാ കാമി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആരും തുണയില്ലാത്ത ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഷിബുവിൻ്റെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് പറന്നത്. കേരള സർക്കാർ അതിനായി ഹെലികോപ്റ്റർ സൗകര്യമൊരുക്കി. കേരള പോലീസ് ട്രാഫിക് നിയന്ത്രിച്ച് വഴിയൊരുക്കി. ചിന്തിച്ചു നോക്കൂ, കൊല്ലം സ്വദേശിയായ ഒരു ഹിന്ദു യുവാവിൻ്റെ ഹൃദയം നേപ്പാളിൽ നിന്നെത്തിയ ഒരു പെൺകുട്ടിയിൽ മിടിക്കുന്നു. അവിടെ ജാതിയില്ല, മതമില്ല, അതിർത്തികളില്ല, മനുഷ്യൻ എന്ന ഒരൊറ്റ വികാരം മാത്രം. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഷിബുവിൻ്റെ കണ്ണുകൾ 2 പേർക്ക് കാഴ്ചയായി. വൃക്കകളും കരളും മരണമുഖത്തായിരുന്നവർക്ക് ജീവിതമായി. ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം വലുതാണ്. ഇസ്ലാം മതവിശ്വാസികളെന്ന നിലയിൽ നാം ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട വലിയൊരു മാതൃകയുണ്ട്. ഇസ്ലാം എന്നത് പള്ളിയിലെ ആരാധനകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് സാമൂഹിക സേവനത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ കൂടി മതമാണ്. ഖുർആനിലെ സൂറത്തുൽ മായിദയിലെ 32-ാം വചനം നമ്മൾ നേരത്തെ ഓർത്തു. ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അത് മുഴുവൻ മനുഷ്യരാശിയെയും രക്ഷിച്ചതിന് തുല്യമാണ് എന്നാണ്. ഈ വചനത്തെ അന്വർത്ഥമാക്കുന്ന ജാതിക്കും മതത്തിനും ദേശത്തിനുമപ്പുറം മനുഷ്യനെ മനുഷ്യനായി കണ്ട ഒരു കുടുംബത്തിൻ്റെ കഥയാണിത്. ഷിബുവിൻ്റെ കുടുംബം നമുക്ക് കാണിച്ചു തന്നത് അതാണ്. അവർക്ക് അവയവദാനത്തിന് സമ്മതം നൽകണോ എന്ന് ആലോചിച്ചു നിൽക്കാമായിരുന്നു. പക്ഷെ അവർ മടിച്ചില്ല. കാരണം വേദനിക്കുന്നവൻ്റെ കണ്ണീരിന് ഒരേ നിറമാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തുപകാരമാണുണ്ടായത്? സമ്പത്തും സൗകര്യങ്ങളും മാത്രമല്ല, നമ്മുടെ ശരീരവും കഴിവും സമയവും മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ഷിബു എന്ന സഹോദരൻ നമ്മോട് വിട പറഞ്ഞു. പക്ഷേ 7 മനുഷ്യരിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. നേപ്പാളിലെ ആ പെൺകുട്ടിയുടെ ഹൃദയമിടിപ്പിൽ ഷിബു ഉണ്ട്. ആ കുടുംബത്തിൻ്റെ വേദനയിൽ നമുക്കും പങ്കുചേരാം. അവരുടെ നല്ല മനസ്സിനെ നമുക്ക് ആദരിക്കാം. ജാതിമത ചിന്തകൾക്കപ്പുറം മനുഷ്യനെ സ്നേഹിക്കാൻ, കഷ്ടപ്പെടുന്നവന് താങ്ങായി മാറാൻ നാഥൻ നമുക്ക് തോന്നിപ്പിക്കട്ടെ. നന്മ ചെയ്യുന്നവർക്ക് അവരുടെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല.
മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.